സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആദ്യം നൽകുന്ന ഉപദേശം ഇതാണ്. രണ്ടാമത്തെ കാർഡ് എന്ത് ഊർജ്ജം താങ്കൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാം, എന്ത് ഔട്ട്കം എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്താണ് ഇന്ന് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം തുടങ്ങാൻ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇന്ന് പുതിയൊരു ആക്ടിവിറ്റി എന്തെങ്കിലുമാണ് തുടങ്ങാൻ പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ഇഷ്ടത്തിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, പുതിയൊരു പുസ്തകം വായിക്കുക, പുതിയൊരു ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, താങ്കൾ വിശ്വസിക്കുന്ന ഇതിൽ പോവുക, അല്ലെങ്കിൽ ഒരാളെ ഫോണിൽ വിളിക്കുക. അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. എന്ത് ഊർജ്ജം താങ്കൾക്ക് അത് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്നാണ് പറയുന്നത്. അങ്ങനെ താങ്കൾ വിളിച്ചാൽ താങ്കൾക്ക് എവിടെ നിന്നെങ്കിലും പുതിയ ധനസമ്പാദനത്തിലൊരു വഴി യൂണിവേഴ്സ് കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ധനസമ്പാദനം പ്രതീക്ഷിച്ച് വിളിക്കേണ്ട കാര്യമില്ല, പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്കൊരു ധനസമ്പാദനത്തിലുള്ളത് കാണും. എന്ത് ഔട്ട്കം താങ്കൾക്ക് ഇന്ന് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നതാണ്. ഇത് വന്നാലും താങ്കൾ തീർച്ചയായിട്ടും ഇന്ന് പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ തുടങ്ങണോ, ഇത് ആലോചിക്കണോ എന്നുള്ളത്. അതുകൊണ്ട് താങ്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പക്ഷി കണ്ടില്ലേ ആലോചിച്ചിരിക്കുന്ന ഐഡിയ കിട്ടിയിട്ടും എന്താണ് ഈ പൂച്ച പ്രവർത്തിക്കാത്തത്, എന്താണ് താങ്കൾ പ്രവർത്തിക്കാത്തത് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് എന്തെന്നാൽ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവയ്ക്കൽ വേണ്ട, ഉടനെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഐ വിഷ് യു വെരി ഗുഡ് ഡേ. വൈകുന്നേരം എന്നോട് റിസൾട്ട് പറയണം. താങ്ക് യു ഫോർ വാച്ചിങ്.